നിങ്ങൾ ലഹരി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രമാത്രം ഡേഞ്ചറിലാണെന്ന് നിങ്ങൾക്ക് അറിയൂ. നിങ്ങളുടെ ലൈഫ് തന്നെ തീരാൻ പോകുന്നു എന്നുള്ളതാണ് ഇതിനർത്ഥം. ഡ്രഗ്സിൽ നിന്ന് തിരിച്ച് ജീവിതത്തിലേക്ക് വരാനുള്ള ചാൻസ് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനാദ്യം വേണ്ടത് ഇനി ഇത് ഉപയോഗിക്കില്ല എന്നുള്ള ഒരു ദൃഢനിശ്ചയമാണ്. നിങ്ങൾ എത്ര സൈക്കോളജിസ്റ്റിനെ കണ്ടാലും എത്ര സൈക്കാട്രിസ്റ്റിനെ കണ്ടാലും നിങ്ങൾക്ക് ഇത് നിർത്തണം എന്നുള്ള പൂർണ്ണമായ ദൃഢനിശ്ചയം, ആ ദൃഢമായ തീരുമാനം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒരിക്കലും നിർത്താൻ കഴിയില്ല. എല്ലാ ഡ്രഗ്സും ഒരുപോലെ തന്നെ ഡേഞ്ചറസ് ആണ്. MDMA, ക്രിസ്റ്റൽ മെത്തും കഞ്ചാവും ഒക്കെ ഹൈലി അഡിക്റ്റീവ് ആണ്. ഇതിനേക്കാൾ അഡിക്റ്റീവ് ആണ് സിഗരറ്റ് എന്നുള്ളത്. ആ സിഗരറ്റ് അഡിക്ഷൻ പോലും അതിജീവിച്ച ഒരു ചെറുപ്പക്കാരൻ എനിക്കറിയാം. അവന്റെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് കോളേജ് ടൈമിലാണ്. ഉച്ചയ്ക്ക് ശേഷം ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഒരു സിഗരറ്റ് ഇവൻ വലിക്കാൻ തുടങ്ങി. അത് പിന്നെ അവന്റെ ഹാബിറ്റായി. അങ്ങനെ ഓരോ സിഗരറ്റ് എന്നുള്ളത് 2 സിഗരറ്റായി. ഫുഡ് കഴിഞ്ഞിട്ട് 2 സിഗരറ്റ്, ഒരു പാക്കറ്റ് സിഗരറ്റായി. പിന്നീട് വന്നു അത് 2 പാക്കറ്റായി, 3 പാക്കറ്റായി, 4 പാക്കറ്റായി. രാത്രികൾ തോറും കണ്ടിന്യൂസ് ആയിട്ട് വലിക്കാൻ തുടങ്ങി. ഓരോ രാത്രിയും 50 സിഗരറ്റ്, 70 സിഗരറ്റ്, 80 സിഗരറ്റ്. പിന്നീട് അത് 10 പാക്കറ്റ് സിഗരറ്റിലേക്ക് പോയി. ഓരോ രാത്രിയിലും 50 മുതൽ 100 സിഗരറ്റ് വരെ ഇവൻ വലിക്കാൻ തുടങ്ങി. നിങ്ങൾ ഒന്ന് ചിന്തിച്ചു, ഒരു സിഗരറ്റിൽ നിന്ന് തുടങ്ങി എത്രമാത്രം അഡിക്റ്റ് ആയി ഇവൻ മാറി എന്നുള്ളത്. അങ്ങനെ ഇവൻ തുടർന്നു. രാവിലെ ആകുമ്പോഴത്തേക്കും ഇവന്റെ വായെല്ലാം പൊള്ളി, അതുപോലെ തന്നെ ഫുഡ് നേരെ കഴിക്കാൻ പറ്റാത്ത അവസ്ഥ. വലിച്ച് ഈ ലെൻസിലൊക്കെ പോകുകയാകുന്ന ഫീലൊക്കെ ഇവനുണ്ടായി. ഇവൻ അത്യാവശ്യം ഫുട്ബോൾ കളിക്കാൻ പോകുന്ന ആളാണ്. അത്യാവശ്യം സ്ട്രെങ്തും സ്റ്റാമിനയുള്ള ഇവൻ ഒരു സ്റ്റെപ്പ് കയറുമ്പോൾ പോലും കേട്ടപ്പുണ്ടായി. അപ്പോൾ ഇവന് തന്നെ മനസ്സിലായി, ഇങ്ങനെ പോകുകയാണെങ്കിൽ ഇവൻ ഒരു വർഷത്തിനുള്ളിൽ മരിച്ചു പോകുമെന്ന് ഇവന് തന്നെ മനസ്സിലായി. സോ ഇവൻ തീരുമാനം എടുക്കുകയാണ്, ഇത് നിർത്തണം, ഇതിന് വേണ്ട, ഇത് വളരെ തെറ്റായിട്ടുള്ള ഒരു മാർഗ്ഗമാണ്. ഇങ്ങനെ പോകുകയാണെങ്കിൽ ലൈഫ് ഒരിടത്തും എത്തത്തില്ല. നിർത്തണമെന്ന് വിചാരിച്ച അന്ന് തന്നെ രാത്രി പോയിട്ട് പാക്കറ്റ് കണക്കിൽ സിഗരറ്റ് വാങ്ങിക്കൊണ്ടിരുന്നവൻ ഒരൊറ്റ സിഗരറ്റ് വാങ്ങി. ആ സിഗരറ്റിൽ ഇവൻ ലാസ്റ്റ് സിഗരറ്റ് എഴുതിയതിനു ശേഷം ഇവൻ ഇതിങ്ങനെ എടുത്ത് കത്തിച്ച് ജസ്റ്റ് 2 വലി വലിച്ചതിന് ശേഷം ഇവനത് കളഞ്ഞു. പിന്നീട് അവന്റെ ലൈഫിൽ അതിനുശേഷം അവൻ ഒരൊറ്റ സിഗരറ്റ് പോലും കൈകൊണ്ട് പോലും തൊട്ടിട്ടില്ല. ആ ചെറുപ്പക്കാരന്റെ ദൃഢനിശ്ചയം, ലഹരിയുടെ പാത തെറ്റാണ് എന്നുള്ള തിരിച്ചറിവ് പിന്നീട് അവന്റെ ജീവിതത്തിൽ ഒരു സിഗരറ്റ് അവൻ കൈകൊണ്ട് തൊട്ടിട്ടില്ല. ഈ ചെറുപ്പക്കാരൻ മറ്റാരുമല്ല, ഞാൻ തന്നെയാണ്. ഓക്കെ, സോ നമുക്കിത് വേണ്ടാന്ന് തീരുമാനിച്ചാൽ നമുക്കിത് നിർത്താവുന്നതേ ഉള്ളൂ. സേ നോ ടു ഡ്രഗ്സ്.